ദിവസം, ചിരിയില്ലാത്ത ദിവസം, ഏറ്റവും പാഴാക്കപ്പെട്ട ദിവസം. ബഷീർ ദിനം ആഘോഷമാക്കി കുട്ടികൾ. ബഷീറിന്റെ സുഹറയും മജീദും പാത്തുമ്മയുമൊക്കെ കുട്ടികളിൽ കൗതുകമുണ്ടാക്കി. ശ്രീ എൽദോസ് യോഹന്നാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂടെ വന്ന അപ്പൂപ്പനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ബഷീറാക്കി മാറ്റി. ലില്ലിച്ചെടി കാണാനില്ല. സ്കൂൾ മുറ്റത്ത് മുട്ടിട്ടു നിന്ന ലില്ലിച്ചെടി കാണാനില്ല. വിക്രമൻ ചേട്ടൻ പുല്ല് ചെത്തിയപ്പോൾ ലില്ലിച്ചെടിയും ചെത്തിക്കളഞ്ഞതാണ് കാരണം. വാർത്തകൾ വായിക്കും പ്രീതിയ വൻ വിജയം. ബുധനാഴ്ച നടന്ന ഒന്ന് ചില വിജയമായി പരിപാടി 17 പേർ പങ്കെടുത്തു. ചെറുപ്പ് കാണാനായി 1ാം ക്ലാസ്സിലെ ഇയാസ് മുഹമ്മദ് ചെരുപ്പ് കാണാതായി. ചെരുപ്പ് 2 ദിവസം കഴിഞ്ഞ് തിരികെ കിട്ടി. Two headlights. I run fast. സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വീട് പോലെ എനിക്ക് അതിന്റെ സെറ്റ്. അപ്പൊ ആ നാടകം എവിടെയാണോ നടക്കുന്നത് അതുപോലെ രംഗസജ്ജീകരണങ്ങളൊക്കെ നടത്തി അതിലെ കഥാപാത്രം ചിലപ്പോൾ അഭിനയിക്കുന്ന ആളൊരു ചെറുപ്പക്കാരനായിരിക്കും. പക്ഷെ അയാളുടെ കഥാപാത്രം ഒരു വയസ്സനാണെങ്കിൽ എന്ത് ചെയ്യും? ആ വയസ്സന്റെ മാതിരിയുള്ള വേഷമൊക്കെ തലമുടിയൊക്കെ നരപ്പിച്ച് കണ്ണടയൊക്കെ വെച്ച് പല്ല് പോയതാണെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ച് വേഷമൊക്കെ ധരിച്ചിട്ടാണ് നാടകം അഭിനയിക്കുന്നത്. ഇവിടെ നമ്മൾ നാടകത്തിന്റെ ഒരു ചെറിയ രൂപമാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ പേരാണ്, കേട്ടായിരുന്നോ നിങ്ങൾ പറഞ്ഞത്? എന്താ അവർക്ക് പറയാം? ഓക്കെ, റീഡേഴ്സ് തിയേറ്റർ. അപ്പൊ ഇവിടെ രംഗം ഉണ്ടാവുമോ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. സാധാരണ നമ്മുടെ മുറി എങ്ങനെയാണോ അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇവിടെ ആരെങ്കിലും വേഷം കെട്ടി നിൽക്കണ്ടോ? 1ാം ക്ലാസ്സിലെ കുട്ടികള് ഇല്ല. അപ്പൊ വേഷവും കെട്ടണ്ട, വേഷവും കെട്ടുന്നില്ല. അതുപോലെ തന്നെ സ്റ്റേജും അതിനുവേണ്ടി തയ്യാറാക്കുന്നില്ല. സാധാരണ കുട്ടികള് അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നത് അവര് വരുന്നു, അവർക്ക് പറയാനുള്ള കാര്യങ്ങള് ആ ഭാവത്തില് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. അതാണ് നമ്മുടെ റീഡേഴ്സ് തിയേറ്റർ. അപ്പൊ അതിൽ എത്ര പേരുണ്ടാവും? എത്ര ആളുകൾ അഭിനയിക്കാനുണ്ടാവും? ഒരാളാണോ ഉണ്ടാവുക? അല്ല. അതിനകത്ത് എത്ര കഥാപാത്രങ്ങളുണ്ടോ അത്രയും ആളുകൾ അഭിനയിക്കാൻ വരും. എന്നാ ഏത് ക്ലാസ്സുകാരെ അസംബ്ലി അവതരിപ്പിക്കുന്നത്? അവര് നന്നായിട്ട് വായിക്കാൻ എഴുതാനൊക്കെ പഠിച്ചു വരുന്നതന്നെ ഉള്ളൂ അല്ലെ? അപ്പൊ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. കുഞ്ഞ് അനിയന്മാരും അനിയത്തിമാരും ഒക്കെയാണ്. നിങ്ങള് ക്ഷമിക്കുക. ഓക്കെ, എന്നാ ഞങ്ങൾ തുടങ്ങിക്കോട്ടെ. റീഡേഴ്സ് തിയേറ്റർ തുടങ്ങിക്കോട്ടെ. ഓക്കെ, ഇതില് അഭിനയിക്കുന്നവര് അല്ലെങ്കിൽ ഇതില് സംഭാഷണങ്ങള് അവതരിപ്പിക്കുന്നത് ഹദിയ, ഷെസ, സിനാൻ, ദിയാൻ, നിഹാൽ. അവര് പോന്നോട്ടെ. വേരുകൾ ഉറങ്ങുന്ന കുഞ്ഞു വിത്തിനെ പല തവണ വിളിച്ചു.
കുഞ്ഞു വിത്ത് ഉറക്കം തന്നെ ഉറക്കം. ഒരു കുഞ്ഞു മഴത്തുള്ളി കുഞ്ഞു വിത്തിനെ തൊട്ടു വിളിച്ചു. കുഞ്ഞിത്തെ ഉണരൂ ഉണരൂ. കുഞ്ഞുവിത്ത് കുറ കുറ നിർത്തി കണ്ണ് തുറന്നു. മണ്ണ് ചോദിച്ചു, വേഗം വളരെ പൂവിടണ്ടേ? ഓ, ഞാൻ വേഗം വളരാൻ പോകുകയാണ്. കുഞ്ഞുവിത്ത് ഉഷാറായി. അത് മണ്ണിന് മുകളിലേക്ക് തല ഉയർത്തി. നീലാകാശം, പച്ചപ്പ്, കിളിപ്പാട്ടുകൾ, കാറ്റിന്റെ നൃത്തത്തിനൊത്ത് താളം പിടിക്കുന്ന ഇലകളും മരങ്ങളും, ആകപ്പാടെ നല്ല രസം. അപ്പോഴാണ് അതുവഴി ഒരു തുമ്പിയും മണ്ണിരയും വന്നത്. താഴെ കരിയിലക്കിടയിൽ ഒരു പച്ച തല. തുമ്പി മണ്ണിരയോട് ചോദിച്ചു, ആരാ? മറുപടി കിട്ടിയില്ല. തുമ്പി വീണ്ടും ചോദിച്ചു, ആരാ അത്? മണ്ണിരയ്ക്കും സംശയം. മണ്ണിര ചോദിച്ചു, നീ ആരാ? കുഞ്ഞുവിത്ത് 2 ഇലകൾ വിടർത്തി പറഞ്ഞു. അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ ചെടി. വളർന്നു വളർന്നു ഞാൻ പൂവിടും. ആഹാ, കൊള്ളാമല്ലോ. എന്നാൽ നിന്റെ ചുറ്റുമില്ല മണ്ണ്. ഞാൻ ഇളക്കി തരാം. നീ വേഗം വളരും. മണ്ണിര പറഞ്ഞു. തുമ്പി പറന്നു വന്ന് കുഞ്ഞു ചെടിയോട് പതുക്കെ ചോദിച്ചു, പൂവിടുമ്പോൾ തരോ? തീർച്ചയായും. കുഞ്ഞുചെടി പറഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 4, 2, 1.
വർഷത്തിന്റെ പകുതിയാണ്.